അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഒരു ഊഞ്ഞാലും കൂടി തൂക്കാൻ പോവാണ്. 4 അടി നീളം 2 അടി വീതിയുള്ള തേക്കിന്റെ തടിയിൽ തീർത്ത ദേ കണ്ടോ, അത്യാവശ്യം നല്ല ഗ്രെയിൻസ് ഉള്ള ഒരു തേക്കാണ് നമ്മൾ ഇതിന് എടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡിങ് കൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് വരച്ചൊന്നും കേട്ടോ, ഒറിജിനൽ തേക്കാണ്. അതാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നത്. ഒറിജിനൽ തേക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ഫിറ്റാക്കാൻ പോണത് കുറ്റിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഞാനും റഷീദിക്കാണ് പോണത്. നമുക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടുത്തെ അച്ഛൻ നമ്മളെ പിന്നാലെ ഒരു 1.5 കിലോമീറ്റർ അകലം മുതൽ നമ്മളെ പിന്നാലെ ഉണ്ടായിരുന്നു, നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. നമുക്ക് വഴി തെറ്റണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു. ഇതേ വീട് എത്തിയിട്ടുണ്ട്. ഇതാണ് വീട് വരുന്നത്. ഒരു ട്രഡീഷണൽ ലുക്കാണ് വീട് വരുന്നത്. ഫുള്ള് കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടില്ല, കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട്. ഇവിടേക്ക് നമ്മൾ ഊഞ്ഞാൽ മാത്രമല്ല കേട്ടോ, നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ആ ഒരു പൂജാ മന്ദിരം കൂടി നമ്മൾ ഇവിടേക്കാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നെയിം ബോർഡും കൂടി ഉണ്ട്. അപ്പോൾ പൂജാ മന്ദിറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളിതിൻ്റെ തൊട്ട് മുന്നിട്ടിട്ടുണ്ട്. നമ്മളെ വുഡ് പെക്കർ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ ലാൽ നിലമ്പൂരുകാരൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫേസ്ബുക്ക് പേജിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഊഞ്ഞാൽ തൂക്കാൻ പോവാണ്. ഊഞ്ഞാൽ തൂക്കിത്തരാൻ നമുക്കിവിടെ ഒരു പ്ലംബറും കൂടി വന്നിട്ടുണ്ട്. ആൾ നല്ല വൃത്തിക്ക് നമുക്ക് ഹുക്ക് അടിച്ച് തന്നിട്ടുണ്ട്. ഹുക്ക് അടിച്ച് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഹുക്ക് അടിച്ചിട്ടില്ല. ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യണത് ഹുക്ക് അടിച്ചതിന് ശേഷം ആയതുകൊണ്ടാണ് നമുക്ക് വൃത്തിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഹുക്ക് നമ്മൾ ആങ്കർ ബോൾട്ട് വെച്ചിട്ട് ഫിറ്റ് ആക്കിയതാണ്. ആങ്കർ ബോൾട്ടിലാണ് നമ്മൾ ഊഞ്ഞാൽ തൂക്കിയിടാൻ പോണത്. അപ്പോൾ ആൾ ഹുക്ക് അടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഊഞ്ഞാലിൻ്റെ ചെയിൻ നമ്മൾ എടുത്തിട്ടുള്ളത് SS-ലാണ് കേട്ടോ. SS-ൽ ആൻറ്റിക് കളറാണ് എടുത്തിട്ടുള്ളത്. ഓരോ റാഡുകളായിട്ടാണ് ഇതിൻ്റെ ചെയിൻ വരുന്നത്. 12 ഇഞ്ച് നീളത്തിലാണ് ഓരോ റാഡ് വരിക. പിന്നെ ബോട്ടം ഹുക്ക്, അതേപോലെ തന്നെ S മോഡലുള്ള ഹുക്ക്, അങ്ങനെയാണ് നമ്മൾ ഇതിന് എടുത്തിട്ടുള്ളത്. ചെയിൻ ഏകദേശം 10 അടി നീളമാണെന്നുണ്ടെങ്കിൽ ഒരു 7500 രൂപ 8000 രൂപ അതിൻ്റെ അടുത്തൊക്കെയാണ് വരിക. കറക്റ്റ് അളവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, റൂഫ് ടു ഫ്ലോർ അളവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ എത്രയാണ് റേറ്റ് വരിക എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 7500 രൂപേൻ്റെ അടുത്ത് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് 10 അടി കറക്റ്റ് അല്ല, കുറച്ച് അങ്ങോട്ടും കൂടെ ഒക്കെ ഉണ്ട്. 2 ഇഞ്ച് കുറവും അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ച് കുറവൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഹുക്കും കാര്യങ്ങളൊക്കെ അടിച്ച് അതിന് കണക്കാക്കിയിട്ടാണ്, അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കിയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു നെയിം ബോർഡും തൂക്കി കൊടുക്കാനുണ്ട്. നെയിം ബോർഡ് തൂക്കണത് എങ്ങനെയാണെന്നുള്ളതും അല്ലെങ്കിൽ ഏത് ഹുക്കാണ് ഇടേണ്ടതെന്നുള്ളതൊക്കെ ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് ഇതേ ഈ ഗേറ്റ് ഹുക്കാണ്. നമ്മുടെ ജനലിനൊക്കെ വെക്കണ കുറ്റിയും കുളത്തുനിന്നൊക്കെ പറയും, അതിൻ്റെ ആ ഒരു ഹുക്കാണ്. ഇതിലും അതായത് നെയിം ബോർഡിലും നമ്മൾ അതേപോലെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെറിയൊരു ചങ്ങല വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് നമ്മുടെ ഊഞ്ഞാൽ തൂക്കിയിടാം. ഊഞ്ഞാൽ തൂക്കിയിടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ ഊഞ്ഞാൽ തൂക്കുമ്പോൾ ഒരുപാട് ഹൈറ്റ് കയറ്റി ഇടുന്നതും, അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാല് നിലത്ത് തട്ടാത്ത രീതിയിൽ അത്രയും ഹൈറ്റ് കയറ്റി ഇടുന്നതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്തൊക്കെ ഊഞ്ഞാൽ നേരിട്ട് കാണുമ്പോഴൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ ഇരുന്ന് ആടുമ്പോൾ നമുക്കൊരു കംഫർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 19 ഇഞ്ച് ഹൈറ്റ് ഊഞ്ഞാൽ ഫ്ലോറിൽ നിന്ന് മേലേക്ക് പൊന്തിച്ച് വെക്കുക. 19 ഇഞ്ച് ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ എന്താ പറയുക, അതിൻ്റെ മേലെ ഇരിക്കുമ്പോൾ നമ്മൾ ആടുന്ന ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാലൊന്ന് താഴ്ത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബ്രേക്ക് ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ ബാക്കിലേക്ക് പോയിട്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് ആടാനും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു കംഫർട്ടായിട്ടുള്ള ഹൈറ്റാണ് ഈ ഒരു 18 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് 18 ഇഞ്ചിൽ വെക്കാൻ നോക്കുക. 18 ഇഞ്ചിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മേലെന്ന് ഹൈറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചാടി ഇറങ്ങേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ തെന്നി വീഴാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ എന്താ പറയുക, ആടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരാളെ ആട്ടി തരേണ്ടി വരും. പക്ഷെ നമുക്കത് റിലാക്സ് ആയിട്ട് ആടാൻ വയ്ക്കുന്നുണ്ടാവില്ല, നമുക്കൊരു കംഫർട്ട് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇരുന്ന് ആടണമെന്നുണ്ടെങ്കിൽ ഒരു 18 ഇഞ്ച് 19 ഇഞ്ച്, അത് 19 ഇഞ്ച് വരുന്നത് കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാണ്. ഒരു 18 ഇഞ്ചൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കറക്റ്റായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നെയിം ബോർഡ്. നമ്മൾ ചെയ്തിട്ടുള്ളത് മഹാഗണീൻ്റെ വുഡിലാണ്. 18 mm കനത്തിലുള്ള മഹാഗണീൻ്റെ വുഡിലാണ്. ഒരു 26 ഇഞ്ച് നീളം, ഒരു 6.25 ഇഞ്ച് ഹൈറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഊഞ്ഞാലും അതേപോലെ തന്നെ നെയിം ബോർഡും പൂജാമന്ദിരമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഊഞ്ഞാൽ കറക്റ്റ് ആ പൂജാമന്ദിറിൻ്റെ മിഡിൽ തന്നെ വന്നിട്ടുണ്ട്. കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക. വീഡിയോയിൽ നമ്മൾ നമ്മുടെ നമ്പറും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും വിളിക്കുക. എന്ത് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വുഡ് പെക്കർ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജായ ലാൽ നിലമ്പൂരുകാരെല്ലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.